ഉഹുദ് യുദ്ധം പരാമർശിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു ആൽ-ഇമ്രാൻ. വിശുദ്ധ മക്കയെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തു ബലദ്. ഖുർആന് മുസഹഫ് എന്ന് നാമകരണം ചെയ്തത് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എപ്പോഴാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത്. കഅബയുടെ ഉള്ളിൽ അവതരിച്ച ആയത്ത് ഏത്? സൂറത്തു നിസാ. അൽ-കഹ്ഫ് സൂറത്തിലെ സൂക്തങ്ങളുടെ എണ്ണം 110 സൂക്തങ്ങൾ. ഏത് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയത്? സൂറത്തു ളുഹ. സൂറത്തു ബഖറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയത്ത് ഉള്ളത് ഏത് സൂറത്തിൽ? എത്ര ആയത്ത്? സൂറത്തു അശ്ശുഅറ 227 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതിയിരുന്നത് എവിടെയാണ്? കല്ലുകൾ, തോൽക്കഷണങ്ങൾ, ഈന്തപ്പനയോലകൾ. ആയത്തുൽ കുർസിയുടെ പുണ്യമെന്ത്? പുനരുദ്ധാന ദിവസം അള്ളാഹുവിൻ്റെ സിംഹാസനത്തോളം ഭാരമുള്ള പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അധ്യായം? സൂറത്തു മാഇദ. സൂറത്തു മാഇദയുടെ മറ്റൊരു പേരെന്ത്? മുൻകിദത്ത്, രക്ഷപ്പെടുത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഖുർആൻ ലിപി ഏത്? റസ്മുൽ ഉസ്മാനി. ഖുർആനിലെ ഏറ്റവും നടുവിലെ അക്ഷരമേത്? നൂന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 2 തവണ. ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ആയത്തുൽ കുർസി. ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറഞ്ഞ 3 വിഷയങ്ങൾ? തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഖുർആനിൽ ഏറ്റവും കുറവ് സൂറത്ത് ഉള്ളത് ഏത് ജുസിൽ? 2-ാം ജുസിൽ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ സൂറത്ത് ഉള്ളത് ഏത് ജുസിൽ? 30-ാം ജുസിൽ. ഫാത്തിഹയിൽ നൽകപ്പെടാത്ത 7 അക്ഷരങ്ങൾ നൽകപ്പെട്ട ഖുർആനിലെ ഏക ആയത്ത്? സൂറത്തു അൻആമിലെ 122 ആയത്ത്. ഖുർആനിൽ ആകെ എത്ര ആയത്തുകളുണ്ട്? 6236 ആയത്തുകൾ.